ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെയും കറണ്ട് എനർജിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെയും കറണ്ട് എനർജി എന്നുള്ളത്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. 3 of Wands, Hermit, High Priestess, Ten of Wands. 4 കാർഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. King of Swords, Moon, Death, Five of Swords. 4 കാർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് ഇവിടെ 3 of Wands ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കരിയറിൽ നോക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ചിന്തകളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് എത്തണം, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു വളർച്ച വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കൂടുതൽ പേരും ഇവിടെ വിദേശത്തോട്ടൊക്കെ പോകുവാനായിട്ട് ആലോചിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം വേദനയിലാണെന്ന് കാണിക്കുന്നുണ്ട്. ഒരു വിഷമത്തിലൂടെ പോകുന്ന എനർജി കാണിക്കുന്നുണ്ട്. ഒരു ഒറ്റപ്പെടൽ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വളരെയധികം ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഈ ഒരു വ്യക്തി നിങ്ങളോട് കെയർ സ്നേഹമൊക്കെ കാണിച്ച വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അതൊന്നും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല ഒരുപാട് തെറ്റായ വാഗ്ദാനങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ അത് പാലിച്ചില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ നമുക്കൊരു ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഫോളോ ചെയ്യുക എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, അതായത് ഇതുവരെ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ സംശയമാണോ അതല്ലെങ്കിൽ അത് സത്യമാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ആശയക്കുഴപ്പത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു ഉത്തരമെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകൾ അത് സത്യമായ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത ആ ഒരു വ്യക്തി കൂടുതലും നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തന്നതിന് ശേഷം അത് പാലിക്കാതെ പോയ ഒരു എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. കൂടാതെ ഒരു 10 of Wandsന്റെ എനർജിയാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഭാരങ്ങൾ, അമിത ഭാരങ്ങൾ, അമിത ചിന്തകൾ ഇതൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നതായിട്ടും അതിലൂടെ നിങ്ങളുടെ ഒരു സമാധാനം, സന്തോഷം ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി നിങ്ങളോട് 3 of Wands ആണ് മുന്നോട്ട് പോകുക എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതായത് ഇപ്പോൾ കൂടെ കൊണ്ടു നടക്കുന്ന വേദനകളും അതുപോലെ ഒരു ഒറ്റപ്പെടൽ, ഞാൻ ഒറ്റപ്പെട്ട് ആണ് ഇരിക്കുന്നത് എന്നുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് പുതിയ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ട് വേദനിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഒന്ന് മാറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളോട് കൂടി മുന്നോട്ട് പോവുക. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്ദേശമായിട്ടും നിങ്ങളുടെ ഒരു എനർജി ആയിട്ടും കിട്ടുന്നത്. കൂടാതെ ആ ഒരു വ്യക്തിയുടെ എനർജി, നിങ്ങൾ മനസ്സിലോർത്ത ആ ഒരു വ്യക്തിയുടെ എനർജി കിങ് ഓഫ് സോർട്സ് ആണ്. ആ ഒരു വ്യക്തി ഒരു സമയത്ത് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന എനർജി, കൂടാതെ ശക്തമായ ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയെ പല സമയത്തും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തി
നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കുവാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതൊന്നും കേൾക്കുവാനായിട്ടുള്ള ഒരു മനസ്സിലല്ല, ആ ഒരു രീതിയിൽ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ഇവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ 3 ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞത്, അതായത് അവർ 100-ൽ ഒരു 90% നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വെറും അതായത് ഒരു കളവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതായിട്ട് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളത് വിശ്വസിച്ചു പോയെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഒരു സത്യസന്ധമായ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധം അത് ഒരു, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ ഇതൊരു എൻഡിങ് ആണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ചില കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് പുതിയ രീതിയിലോട്ട് പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഒരു 5 ഓഫ് സോർട്സ് കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഒരു സ്വാർത്ഥ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തി. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിലും ഈ ഒരു വ്യക്തി ഒരു സ്വാർത്ഥത കാണിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു വ്യക്തി കാണിച്ച ഒരു സ്വാർത്ഥ താല്പര്യം മൂലം നിങ്ങൾ വളരെയധികം ദുഃഖിച്ച് വേദനിച്ചു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വേദനകളോ അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സോ അതൊന്നും കാണുവാനായിട്ട് ഈ ഒരു വ്യക്തി താല്പര്യം കാണിച്ചില്ല. അവർക്ക് എപ്പോഴും പ്രാധാന്യം അവരുടെ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഈ ഒരു സമയത്തും അവർ ആ ഒരു രീതിയിൽ ചിന്തിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ ഒരു സമയത്ത് നേടേണ്ടതായിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. മറ്റുള്ളവർക്കായിട്ട് നിങ്ങളുടെ എനർജി കൊടുക്കാതെ ഇരിക്കുക. ആ ഒരു വ്യക്തി ചെയ്ത കർമ്മകൾക്കുള്ള ആ ഒരു ഫലം ഒരു ടൈം ആകുമ്പോൾ അവർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിച്ചു നിങ്ങളുടെ സമയം കളഞ്ഞ് ഈ ഒരു വ്യക്തിയെ ഓർത്ത് വേദനിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.